പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശ. ബിഗ്ഗസ്റ്റ് സ്കാം 2025 ഇല്ലെങ്കിൽ ഞാൻ ഒരു ഫോർച്യൂണർ വാങ്ങിച്ച് പിന്നെ എനിക്ക് പൂര തെറിവിളിയും അല്ലെങ്കിലും പണക്കാരെയും ഫേമസ് ആയവരെയും ബഹുമാനിക്കാൻ ഈ മലയാളി കിഴങ്ങന്മാർക്ക് അറിയില്ലല്ലോ. ശരിയാ സാറേ, എത്ര കൂളായിട്ടാ അവൻ സാറിനെ കിഴങ്ങാന്ന് വിളിച്ചു കളഞ്ഞു. ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവൂലോ, സ്വാഭാവികം. ഈ പറഞ്ഞ ഫാമിലി വ്ളോഗേഴ്സ് എസ്പെഷ്യലി പ്രവീണിന്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് ദ ബേസിക് ടിപ്പിക്കൽ ഇവിടുത്തെ സീരിയൽ ഓഡിയൻസ്. എന്റെ ദൈവങ്ങളാണ് അവര്. നിനക്കറിയോ, എന്റെ പൂജാമുറിയില് ദൈവങ്ങളുടെ അല്ല, അനിയമ്പാവയുടെയും ചേട്ടമ്പാവയുടെയും ഫോട്ടോയാണ് വെച്ചിരിക്കുന്നത്. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ അനിയമ്പാവയ്ക്കും ചേട്ടമ്പാവയ്ക്കും യാതൊരു ആപത്തും വരില്ല. നമ്മുടെ വീഡിയോ ആദ്യം മുതൽ നമ്മുടെ ഫാമിലി ആദ്യം മുതൽ അല്ലെങ്കിൽ ഒരു 100K അല്ലെങ്കിൽ 200K അന്ന് തൊട്ട് നമ്മളെ വീഡിയോ കാണുന്നവർക്കറിയാം, ഈ ഒരു ഇഷ്യൂ ജനറേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഫാമിലി ഇഷ്യൂ കോണ്ടന്റ് ആക്കിയിട്ട് അതിൽ നിന്ന് അരി വാങ്ങേണ്ട ഒരു ഗതികേട് എനിക്കില്ല. മോനെ, നീ പറയുന്നത് നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുന്ന ഞാൻ പറയും. ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്തതാണ്, നമ്മളിത് സ്ക്രിപ്റ്റ് എഴുതിയാണ് എന്നൊക്കെ പറഞ്ഞുള്ള സംസാരങ്ങളാണ്. ഏറെക്കുറെ പിന്നെ നീ ആരോടും പറയുന്നു വേണ്ടോ. ഈ പാറ്റേൺ കുറെ മലയാളികൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് മുമ്പ് തന്നെ വേറെ കുറെ ചാനലുകൾ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ഫ്ലാഷ് ബാക്ക് 3 മാസത്തിന്റെ ഉള്ളില് അവളേനും അവനും ഈ വീട്ടിൽ ഞാൻ ബെറ്റ് വെക്കുന്നു, ഈ ഒരു സാധനം അവരുടെ യൂട്യൂബ് ചാനലിനകത്ത് വരും. ഫ്ലാഷ് ബാക്ക്. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിക്കോട്ടെ മോണിറ്റൈസേഷൻ ഓൺ ആക്കിയിട്ടാണ് ഇടുന്നത്. തീർന്നില്ലേ? പ്രശ്നം തീർന്നില്ലേ? ഈ ഒരു വീഡിയോ ഇടുന്നത് മോണിറ്റൈസേഷൻ ഓൺ ആക്കിയിട്ടാണ്. ഞാനല്ലാതെ നന്മോരൊന്നും കളിക്കുന്നില്ല. നമ്മളെ ജീവിതമൊക്കെ ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു ഉറപ്പായിട്ടും തിരിച്ചറിവ് എനിക്ക് ഉണ്ടായി. മനസ്സിൽ നിന്ന് ഒരു പിണക്കവും ഒരു വാശിയും ദേഷ്യവും ഒക്കെ എൻ്റെ മനസ്സിൽ നിന്ന് പോയത്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? നീ